ഹായ് ഫ്രണ്ട്സ്, ഇതൊരു വാട്ടേറ്റിന്മേ വീഡിയോ ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് പുട്ടും പഴവുമാണ്. പുട്ട് കഴിച്ചാൽ 8 ഗുണമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ പുട്ടും പഴവും അല്ലെങ്കിൽ പുട്ടും പയറും പപ്പടം എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ അന്നത്തേക്ക് ദിവസം നോക്കണ്ട, വിശക്കില്ല എന്നും പറഞ്ഞ് ഒന്നും കഴിക്കാതിരിക്കില്ലെന്നല്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കും. അതിനുശേഷം യോഗർട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബ്ലൂബെറിയുടെ ഫ്ലേവറുള്ള യോഗർട്ടാണ്. പിന്നെ യോഗർട്ട് എന്ന് വെച്ചാൽ അതും എൻ്റെ ഫേവറേറ്റ് ആണ്. മിക്കവാറും ഞാൻ വാട്ടേറ്റിന്മേ വീഡിയോ എടുക്കുമ്പോഴെല്ലാം എൻ്റെ ഫേവറേറ്റ് ഭക്ഷണമുള്ള ദിവസങ്ങളിലാണ് ഞാൻ വാട്ടേറ്റിന്മേ വീഡിയോ എടുക്കുന്നത്. ഉച്ചത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണിയായിരുന്നു. വീട്ടിലുണ്ടാക്കിയ ചിക്കൻ ദം ബിരിയാണിയായിരുന്നു. നല്ല ടേസ്റ്റിയുള്ള ആഹാരമാണ്. പക്ഷേ പാത്രം കണ്ടാൽ തോന്നും പുറത്തുനിന്ന് കഴിച്ചതാണ്. ഫംഗ്ഷനൊക്കെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. ആ ഫംഗ്ഷന് വാങ്ങിച്ച കുറച്ച് പാത്രങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കരുതി ആ പാത്രത്തിൽ അന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാമെന്ന്. അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് കൂട്ടത്തിൽ ഞാനും കഴിച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഉച്ചത്തെ ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ തോന്നും. സത്യം എപ്പോഴും എനിക്കുള്ളതാണ്. എന്തെങ്കിലും കഴിച്ചത്, എന്തെങ്കിലും ഉച്ചത്തെ ഭക്ഷണം കഴിച്ചത് മധുരം കഴിക്കാൻ തോന്നും. അങ്ങനെ ഒരു ഡയറി മിൽക്കിൻ്റെ സിൽക്ക് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അതിനുശേഷം എല്ലാം ഒരു വൈകുന്നേര സമയം എല്ലാവർക്കും കട്ടനും മിച്ചറും കൊടുത്തു. പക്ഷേ അതിൽ ഞാൻ കട്ടൻ കുടിച്ചില്ല. അതും കുറച്ച് മിച്ചർ മാത്രമേ എടുത്ത് കഴിച്ചിട്ടുണ്ട്. നല്ല മിച്ചറായിരുന്നു. കപ്പലണ്ടിയും വെള്ളക്കടലയും കപ്പലണ്ടിയൊക്കെ ഇട്ട് ഇഷ്ടം പോലെയുള്ള ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മിച്ചറായിരുന്നു. പിന്നെ അതിനുശേഷം നേരത്തെ വാങ്ങിച്ചത് 3 യോഗർട്ട് വാങ്ങിച്ചു. 2 ബ്ലൂബെറി ഫ്ലേവറും 1 മാംഗോ ഫ്ലേവറാണ്. അപ്പോൾ ആദ്യം തന്നെ ബ്ലൂബെറി ഫ്ലേവറുള്ളത് ഞാൻ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 2 ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒരു 6-7 മണിക്കകം രാത്രിത്തെ നൈറ്റ് ഫുഡ് കഴിച്ച് തീരും. അപ്പോൾ കരുതി ഇത് ഒരു നൈറ്റ് ഫുഡായിട്ട് ഇതിനെ എടുക്കാമല്ലോ എന്ന് കരുതിയാണ് ഫ്രിഡ്ജിൽ വെച്ചത്. പക്ഷേ അതെങ്ങനെ കഴിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാം തനിയല്ലേ കഴിച്ചിട്ടുള്ളത്. രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമല്ലോ. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഓരോന്നിൽ നിന്നും ശകലച്ച വീത് ഒരിത്തിരി വീത് സ്പൂണിട്ട് കോരി ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വീണ്ടും മിക്സ് ചെയ്യണോ, ചെയ്ത് കഴിഞ്ഞാൽ കുളമായിപ്പോവോ? എന്തായാലും ഒന്ന് നോക്കാം, വേറെ ആർക്കും കൊടുക്കാനല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് തനിയെ കഴിക്കാനല്ലേ എന്ന് കരുതിയിട്ട് വീണ്ടും ആദ്യം 2-3 സ്പൂൺ അങ്ങനെ കഴിച്ച് നോക്കി. ശകലം ഇതെന്നും അങ്ങനെ കഴിച്ച് നോക്കി. പിന്നെ ഒന്നും നോക്കിയില്ല, വേറെ ആർക്കും കൊടുക്കാനല്ലല്ലോ, ഞാൻ മാത്രം കഴിക്കുന്നതല്ലേ എന്ന് കരുതി പിന്നെ വേറൊരു പാത്രം എടുക്കാനും പോയില്ല. ആ മാംഗോയുടെ ഫ്ലേവറിലെ അതിൽ നിന്ന് മൊത്തം എടുത്ത് ഈ ബ്ലൂബെറി ഫ്ലേവറിലുള്ള ആ ഒരു ചെറിയ ബോട്ടിൽ ഇട്ടു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. നന്നായിട്ടെന്ന് വെച്ചാൽ ആ മൊത്തം അന്ന് ചേർന്ന് പിടിക്കണമല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ എടുത്ത് വായിൽ വെച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ടേസ്റ്റ്. മാംഗോയുടെ ഒരു ഫ്ലേവറും ബ്ലൂബെറിയുടെ ഫ്ലേവറും അത് മൊത്തം ഞാൻ കാലിയാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സ്പൂണിട്ടല്ല, നമ്മൾ വീട്ടിൽ വീഡിയോയ്ക്ക് വേണ്ടിയല്ലല്ലോ, വീട്ടിൽ നമ്മൾ കൈയിട്ടൊക്കെ നന്നായിട്ട് അതൊന്നൊക്കെ ചുരണ്ടി എടുത്തിട്ടാണ് ഇതിലോട് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തത്. പക്ഷേ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ എടുത്തതാണ്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും